ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് പ്ലേ. നമ്മുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു മാക്സിമം OP എൻചാൻമെൻറ്റ്സ് ആവുമെന്ന്. OP ആയിട്ടുണ്ട്. നമ്മളെ ടൂൾസ് OP ആയി, എല്ലാം OP ആയിട്ടുണ്ട്. സോ ടൂൾസ് ഞാൻ കുറേ നേരം നിന്ന് ഒപ്പിച്ചതാണ്. സോ ഞാൻ മറ്റേത് ആർമറൊക്കെ കുറേ നേരം ഇരുന്നു. മറ്റേ പ്രൊട്ടക്ഷൻ 4 അൺബ്രേക്കബിളും 3 മെൻഡിങ്ങും കിട്ടി, പിന്നെ പഞ്ച് 2 കിട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ബോയിലോട്ട് ആഡ് ചെയ്തത്, ഇൻഫിനിറ്റി ഒക്കെ എടുത്തിട്ടു. അപ്പോൾ സെറ്റ് ബോയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നല്ലതാണ്. സ്കെൽറ്റൺ ഡ്രോപ്പ് ചെയ്യുകയാണ് പവർ 5ൻ്റെ ഇതിനകത്ത് കിട്ടിയാണ്. അപ്പോൾ ഞാനത് റിപ്പയർ ചെയ്തിട്ട് അത് കിട്ടി. പക്ഷെ ഞാനതെന്ത് ചെയ്തു, അതെടുത്തിട്ട് ഇപ്പോൾ അതിനകത്തേക്ക് ഒരു ഇൻഫിനിറ്റിയും ഫ്ലെയിം ആഡ് ചെയ്തത് അത് മറന്നു. ഇൻഫിനിറ്റിയും അൺബ്രേക്കബിളും ഇട്ടു. മെൻഡിങ് നമ്മുടെ കയ്യിൽ ഉള്ളതായതുകൊണ്ട് ഇൻഫിനിറ്റി ഞാൻ വേറെ അടുത്ത് വാങ്ങിച്ചാണ്. അവനെ നിർഭാഗ്യവശാൽ അവൻ്റെ അടുത്ത് ഞാൻ നിന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർത്തില്ല. വെച്ചിട്ട് ഞാൻ എന്താ അമ്മയും കണ്ട് വിളിച്ചു. അടുക്കളയിൽ പോയപ്പോൾ എന്നും പറഞ്ഞ സൗണ്ട് ഇട്ട് അടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഡെഡ് ബോഡി. ഞാൻ ചെന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്ന്. ശരി പിന്നെ അപ്പോൾ ഇന്നലെ നിർത്തിയേക്കണ അതുപോലെ തന്നെ അല്ല, കുറച്ച് പണിയൊക്കെ എടുത്തു. ഇപ്പോൾ ഞാൻ കയറിയിട്ട് കുറച്ച് പണിയെടുത്തു. അത് നിങ്ങളെ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞതാണ്. ഞാൻ എപ്പോൾ തുടങ്ങിയാലും നൈറ്റാണ്. ആ സാരിയില്ല, നമുക്ക് അങ്ങോ ഒരു തട്ടിക്കൂട്ടി ഡ്രീമുകൾ ഞാൻ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അത് എനിക്ക് ഞാൻ റെഡിയാക്കണതാണ്. ഇതൊന്നുമല്ല, ഇന്നലെ ട്രേഡിങ് ഹാൾ ശരിക്കും ഒരു ട്രേഡിങ് ഹാളിൻ്റെ ഡിസൈൻ മനസ്സിലുണ്ട്. നമുക്കത് ബിൽഡ് ചെയ്യാം. ട്രേഡിങ് ഹാളത് ബിൽഡ് ചെയ്യാം. ബിൽഡ് ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് പൊന്നൊരു 22 നേരം ചാവുന്നു തോന്നുന്നു. അതൊക്കെ കളിച്ച് ഈ പൊട്ടിലേ കുട്ടിയെ ഇവന്മാരെ കൊല്ലന്മാർ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഞാൻ AFK എന്നിട്ടായിരിക്കും. സോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ബിൽഡ് ചെയ്യാൻ പോകുന്നത് വൂൾ ഫാമാണ്. കാര്യം നമ്മുടെ ഫുൾ നെഗറൈറ്റിന് വേണ്ടി ഇവിടെയാണ് കുറച്ച് എടുത്തോളാം. ഈ വെള്ളം മതി. ഓർത്തുള്ള പൂവൊക്കെ ഒന്ന് കുറച്ചോളാം. ഞാൻ ഓർക്കുന്നുണ്ടെങ്കിൽ പക്ഷെ എൻ്റെ പൊന്നെ ഇതൊക്കെ കയറിയാണ്. ദൂരോട്ട് പോ. ആവശ്യത്തിനൊക്കെ വായിക്കായിരിക്കും. ഫോണില്ല എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞാലും ഇവിടെ ട്രേഡൊക്കെ റെഡിയാക്കിയത് പഞ്ച് 2 ഉള്ളവൻ്റെ 13 എമറാൾഡിന് പഞ്ച് 2 തന്നെ. ഇവിടെ ഇങ്ങോട്ട് അൺബ്രേക്കബിൾ എമറാൾഡിന് ഇവിടെ മെൻഡിങ് ഇതൊക്കെ ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊട്ടക്ഷൻ പോയി നമ്മുടെ ട്രേഡിങ് ഹാളിൻ്റെ സെറ്റപ്പ് ഇത്രയും പേരായിട്ടുള്ളൂ. ഇനി നമുക്ക് വേറൊരു ഡിസൈൻ ഉണ്ട്. ഇത്ര നേരം വർക്ക് ചെയ്യുന്ന എൻ്റെ ബ്രീഡർ ഇപ്പോൾ ബ്രേക്കായി. എന്താ പറ്റിയെന്ന് മനസ്സിലാവും. ഈ ലൈറ്റിംഗ് റോഡ് വെച്ചതിൻ്റെ ആണോ അത് ഇതിൻ്റെ വല്ലതാണോ എനിക്കറിയില്ല. വർക്ക് ആവണില്ല. ഇപ്പോൾ നമുക്ക് അതൊന്ന് ഫിക്സ് ആക്കണം. അത് ഓഫ് ക്യാമറയിൽ റെഡി ആക്കണം. വെറുതെ ഓൺ ക്യാമറ കാണിച്ച് ബോറടിപ്പിക്കണ്ട. സോ ഞാൻ യൂട്യൂബിൽ എടുത്തൊരു ഡിസൈനാണ്. അത് ഞാൻ ഓർക്കണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കട്ടെ. ഇതൊക്കെ ഇൻവെൻ്ററിയിലിരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഞാനത് ഓർക്കണ്ടോ കുറച്ച് റെഡ് സ്റ്റോണൊക്കെ കളക്ട് ചെയ്ത് അതൊക്കെ സ്പിയർ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഈ ചെസ്റ്റുള്ള മൊത്തം എടുത്തിട്ട് പുള്ളി കാണിച്ചത് ഒരു 3x3 ബിഗ് ഹോളാണ്. ഇവിടെ നിന്നൊരു 3 ഇങ്ങനെ കളയാം. ഇവിടെ 2 ചെസ്റ്റ്, ഒരു ഹോപ്പർ എടുക്കട്ടെ. ഓക്കെ, വാ കയ്യിലോട്ട് മാറ്റിയിട്ട് ഇതിലോട്ട് ഫേസ് ചെയ്ത് ഞാനിങ്ങനെ എടുക്കാം. ഇതിലോട്ട് ചെളയാ. പക്ഷെ ഇങ്ങനെ ക്രൗച്ച് ചെയ്തിട്ട് ഇതിടുക. തിരികെ അങ്ങോട്ട് ഫേസ് ചെയ്യണ്ടേ. പറ്റിക്കൊള്ളില്ല. ഇങ്ങനെയല്ല ഇരിക്കണ്ടേ. അപ്പുറത്തൊന്നും ഇങ്ങനെയല്ലായിരുന്നു. സ്ട്രേറ്റ് ആണല്ലോ വെച്ച് എനിക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാലോ അപ്പോഴും നേരെ വരും. ഇല്ല, എന്താ ചരിഞ്ഞിരിക്കണേ. ഇല്ല കേട്ടോ, ഇതെന്താ ശരി ഇത് പറഞ്ഞു കേട്ടോ, എൻ്റെ മിസ്റ്റേക്കാണ്.
ബഗ് റോക്കാണോ? ബഗ് റോക്കിൽ ശരിക്കും ബഗ് റോക്കാ. ഈ വെള്ള ഷീപ്പ് എന്തൊരു. ഓക്കെ, ഇപ്പൊ തൽക്കാലത്തേക്ക് ഇതിനകത്തേക്ക് വെക്കാം. ഗ്രാസ് ബ്ലോക്ക് എടുക്കുക, ഇവിടെ കവർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഇവിടെ എന്തിട്ടാലും അപ്പുറത്ത് വരുമോ? ഇവിടെ ഹോളിലേക്ക് ചൂട് ഇവിടെ ഭയങ്കര ചൂടാണ്. ചുട്ട് പെരുക്കുക. ഇവിടെ ഇട്ട് ഒരു ഇത് വെക്കുക, ട്രാപ്പ് ഡോർ വെക്കുക. ഇവിടെ ഏതാണ് മറ്റേ നിൽക്കണം? ഒരു ഗ്രാസ് ബ്ലോക്ക് വേണം. ഇനി അതിനുവേണ്ടി പറയാൻ അങ്ങനെ വെയിറ്റ് പോലെ വൈറ്റ് ചീപ്പൊക്കെ പോലെ മണ്ടത്തര അഗെയിൻ. മണ്ടത്തര ഹാപ്പൻഡ് മീ. മണ്ടത്തര അല്ലാണ്ട് നമുക്കറിയില്ല. അത് ശക്തി അറിയുന്നുണ്ടോ? സത്യം ഇത് പൊട്ടിച്ചാണ് കഷ്ടമുണ്ട്. കയറി വരിക, ഇവിടെ നിൽക്കുക, അങ്ങ് വെക്കുക. ഇവിടേക്ക് ഒന്നും വീഴരുത്. അതിന് വേണ്ടിയാണ് ഇത് കിടക്കുന്നത്. ഈ ഒരു ബ്ലോക്കിലാണ് നമ്മൾ ഷീപ്പിനെ നിർത്തുന്നത്. സോ ഇതൊന്ന് മാർക്ക് ചെയ്തിട്ട് പിന്നെ തൊട്ട് ഇവിടെ ഈ ഒബ്സർവർ അങ്ങ് ഇത് എന്ത് കഷ്ടമാണ്. അപ്പുറത്തോട്ട് ഒബ്സർവർ ഇങ്ങ് വന്നേ. ഇങ്ങനെ ഫേസ് ചെയ്തിട്ട് ശേഷം ഒരു ഡിസ്പെൻസർ ഇതിൻ്റെ പണി പാടിയേ. ഓക്കെ, പണി എന്തോ ഒരു സംഭവം പറ്റി. അത് ഇങ്ങനെ വെക്കുക. അപ്പോൾ അങ്ങ് ഫേസ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ വെക്കാം. എവിടെയാണ് ഷീപ്പ് നിൽക്കേണ്ട ബ്ലോക്ക്. സോ ഗ്ലാസ് എടുക്കട്ടെ. ഗ്ലാസ്സില്ല, മൊത്തം ചേർത്ത് ഒലിച്ച് ശേഷം ഇവിടെ കറണ്ട് കഷ്ടപ്പെട്ടിവിടെ കുളിച്ചിരുന്നിട്ട് ഞാൻ വീഡിയോ എടുക്കും. വീണ്ടും പുറത്തിറങ്ങാൻ എനിക്ക് ഇഷ്ടമാണ്. ഹലോ, ഞാൻ കത്തിച്ചു വിടണോ? ബുദ്ധിയുണ്ട്. അവനെ പോലെയല്ല, എന്നെ പോലെയല്ല. ഇവിടെ എവിടെ ഫർണസിയാണോ ചെയ്യുന്നത്? മുകളിലാണോ? ഞാൻ വരെ കയറി. ഇനി വാഴ സ്മോക്കറാ. ഫർണസി ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ ബുദ്ധി ഫർണസി ഉണ്ടാക്കിയിട്ടില്ല ഇതിനകത്ത്. എൻ്റെ കയ്യിൽ സ്മോക്കർ ഉണ്ടായിരുന്നു. അത് തന്നെ ഞാൻ സ്മോക്കർ വെച്ചു. എൻ്റെ ഭഗവതി, നേതാവിനെയാണോ കണി കണ്ടത്? എനിക്ക് സെറ്റ് ചെയ്തിട്ട് കാണിച്ചാൽ ഞങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പോഴത്തേക്ക് ഇവിടെ കറണ്ടിങ്ങാളൊക്കെ വന്നു. നല്ല ചൂടായിരുന്നു. ചൂടെടുത്തിട്ട് ഞാൻ കറണ്ടിങ്ങാളൊക്കെ വന്നു. സോ നമ്മുടെ ഊർഫാണ് ഏകദേശം ഓക്കെയാണ്, കുഴപ്പമില്ല. സോ കുഴപ്പമില്ല. ഞാൻ എന്തായാലും നമ്മുടെ ഈ OP വില്ലേജസില്ലേ അവരൊക്കെ ഞാൻ എന്തായാലും അടുത്ത ദിവസം തന്നെ ട്രെയിനിങ് ആളെ റെഡിയാക്കുന്നുണ്ട്. ഫോണ് ഭയങ്കര ലാഗിന് വേണ്ടി ഡിസ്പ്ലേ പൊട്ടിയിരിക്കുകയാണ്. സോ കളിക്കണമെങ്കിൽ അമ്മേ നീയൊക്കെ എവിടെ നിന്നോടാ? നീ കാട്ടാക്കട എവിടെ ഉള്ളതാ? ഞാൻ കാട്ടാക്കട കൊച്ചുണ്ണിയിലെടുത്തുള്ളതാ. റീപ്പറിനെ നീ വിളിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ സ്നൈപ്പ് ചെയ്യാൻ നോക്കട്ടെ. കൊടുക്കുക. വൺ ഷോട്ട് ചെയ്തു. ഞാൻ ആക്സ് ആക്സ് മാത്രം മതി. സോ ഇത് എന്തൊരു സംസ്ഥാന സമ്മേളനവും ഇവിടെ കുറച്ച് മോശമാണ്. ഇങ്ങനെ മിക്കപ്പോഴാക്കി
ഓക്കെ, ഇനി അടുത്തൊരു ബിൽഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സൈഡിലോട്ടൊന്ന് വർക്ക് ചെയ്യണം. സോ അവിടെ ഞാൻ അടുത്ത വീഡിയോയിൽ ആ ഒരു ഫിഷർമാൻ്റെ ആ ഒരു തീം ഇപ്പോൾ 5ാമത്തെ എപ്പിസോഡ് നടത്തിയോ. 6ാമത്തെ എപ്പിസോഡ് ഞാൻ ട്രേഡിംഗ് ഹാൾ ഉണ്ട്. 7ാമത്തെ എപ്പിസോഡ് ഞാൻ നെതറൈറ്റിന് നമ്മൾ FK നിൽക്കും. 7ാമത്തെ എപ്പിസോഡ് നമ്മൾ നെതറൈറ്റിന് വേണ്ടി പോവും. 8ാമത്തെ എപ്പിസോഡ് നമ്മളെ എന്താ ചെയ്യണേ? ഞാനെല്ലാം മറന്നു. ഞാൻ പറയാം. ഞാൻ പറയട്ടെ. 4ാമത്തെ എപ്പിസോഡ് ഇത്. ഈ എപ്പിസോഡിൽ ഞാൻ ഇപ്പോൾ ഇത്രയും ഫുൾ ഫോം ഉണ്ടാക്കി. അടുത്ത എപ്പിസോഡിൽ ഞാൻ നെതർ ഓപ്പൺ ആക്കും. അടുത്ത എപ്പിസോഡിൽ ഞാൻ ഫിഷർമാൻ്റെ അവിടെ നിർത്തും. അപ്പോൾ എപ്പിസോഡ് 5. എപ്പിസോഡ് 6ാമത്തേന് ഞാൻ നെതർ ഓപ്പൺ ആക്കും, എക്സ്പ്ലോറിങ്. എപ്പിസോഡ് 7ാമത്തേന് ഞാൻ നേരത്തെ എന്നിട്ട് മുകളിൽ എത്തുമ്പോൾ അങ്ങ് എന്നിട്ട് 7ാമത്തെ എപ്പിസോഡിൽ നെതറൈറ്റ് ആകും. നെതറൈറ്റ് ആയിട്ട് 8ാമത്തെ എപ്പിസോഡിൽ ഇവിടെ വന്നിട്ട് ട്രേഡിംഗ് ഹാൾ പിടിക്കും. 9ാമത്തെ എപ്പിസോഡിൽ അത് കണ്ടുപിടിക്കാൻ പോകും. മറ്റേ സ്ട്രോങ് ഹോൾഡ് അല്ല പ്ലേസൊക്കെ കളക്ട് ചെയ്യണം. ബേസ് ബോർഡ് അത് കളക്ട് ചെയ്യും. 10ാമത്തെ എപ്പിസോഡിൽ ഞാൻ അവനെ പോയി കൊല്ലും. 11ാമത്തെ എപ്പിസോഡിൽ പോയി ലേറ്റർ എടുത്ത് തിരിച്ച് ഷുഗർ കെയിൻ മാം ഉണ്ടാക്കണ്ടേ. 12ാമത്തെ എപ്പിസോഡ് ഷുഗർ കെയിൻ ടോപ്പ്. ചിലപ്പോൾ അതിന് മുമ്പേ ഉണ്ടാക്കും. സോ ഞാൻ ഇത്രയും ബില്ലൊക്കെ ചെയ്തു. ഹലോ, എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അത് എനിക്കറിയാം എന്താണ്. പക്ഷെ എൻ്റെ ബ്രീഡർ ഫിക്സ് ആക്കാനായിട്ടിരിക്കുന്നത് ഭയങ്കര ഒരു ഷോ. അതിനധികം ഭയങ്കര ഫിക്സ് കാണിച്ചോ. ഇപ്പം ഞാൻ എത്ര നേരം അയൺ ഫാമിൽ എത്ര ഗോളംസ് മഞ്ഞിൽ അടുത്ത എപ്പിസോഡിൽ കാണാൻ എല്ലാ ശ്രമിക്കും.